ഞാനല്ലേ ആദ്യം പോയത്. അപ്പൊ അത് പൂട്ടിയിട്ടിട്ട് ഒത്തിരി നാളായെന്ന് അറിഞ്ഞു. സ്റ്റുഡിയോന്ന് കിട്ടുന്ന കാശ് ഞാൻ ഇവന് ഒട്ടച്ചെലവിന് കൊടുക്കുന്നുണ്ടല്ലോ. പ്രേമേന്ദ്ര, നല്ല കാറ്, ഇതുപോലെ ഒരു കാറ് മോക്കൊന്ന് വാങ്ങിക്കണം. മോനെ, ഇവക്കൊരാലോചന വന്നിട്ടുണ്ട്. നല്ല കുടുംബക്കാരാ. എന്താടി കൊച്ചേ, നീയും വളച്ചെടുത്ത് ഒപ്പിച്ചതാണോ? അതാണല്ലോ പാരമ്പര്യം. എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് ഇറങ്ങിയത്? ഞങ്ങള് ചത്തോ ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിയാനാ? അങ്ങനെ പറയരുത് മോളെ. നിങ്ങളെ തിരിച്ചു വിളിച്ചോണ്ട് പോകാനും കൂടിയാ അമ്മ വന്നത്. പ്രധാന കാര്യം അതല്ല. ഈ പെണ്ണിന്റെ കല്യാണ ആവശ്യം വന്നപ്പോ പ്രേമേന്ദ്രനെ വേണം. അതിനാ. അത് തന്നെ. കല്യാണ ആവശ്യമല്ല, മരണമായാലും ശരി. ഞങ്ങൾ ആ കുടുംബത്തിൽ കാല് കുത്തണമെങ്കിൽ എന്നെ തല്ലി ആ തെണ്ടി ഇവിടെ വന്ന് മാപ്പ് പറയണം. അതല്ല, ഇനിയിപ്പോ വല്ല സാമ്പത്തിക സഹായം പ്രതീക്ഷിച്ചിട്ടാണെങ്കിലേ എന്തെങ്കിലും ഒരു സംഭാവന ഞാനും തരാം. പണത്തേക്കാൾ വലുത് ബന്ധങ്ങളാണെന്ന് മറക്കരുത്. ഇവളുടെ കൈ പിടിച്ചു കൊടുക്കാൻ മൂത്തരാങ്ങള. അത്ര എന്റെ മോൾ ആഗ്രഹിച്ചിട്ടുള്ളൂ. പ്രേമേന്ദ്ര, നീ എന്താ ഒന്നും മിണ്ടാത്തത്? ഞാൻ വരാം. കാലാന്തരം വന്ന് ഇവളോട് മാപ്പ് പറയട്ടെ. ചേട്ടത്തി നമ്മുടെ അമ്മയെ തള്ളിയിട്ടത് തെറ്റല്ല അല്ലേ? എന്റെ ബാലേട്ടനൊരു അബദ്ധം പറ്റി. ചേട്ടത്തിയുടെ കർണ തന്നടിച്ച ആ അടി ചേട്ടനിട്ടായിരുന്നെങ്കിൽ കുറച്ച് ഗുണം ചെയ്തേനെ. പിന്നെ എന്റെ കല്യാണം നടത്താൻ തീരെ നിവൃത്തിയില്ലാതെ പിരിവിന് വേണ്ടി വന്നതൊന്നല്ല നിങ്ങള്. എന്റെ അമ്മ എന്റെ പേരിൽ ഒരു ലേലച്ചിട്ട് ചേർന്നിട്ടുണ്ട്. അത് വിളിച്ചെടുക്കും, കല്യാണം അന്തസ്സായിട്ട് നടത്തുകയും ചെയ്യും. പിന്നെ നിങ്ങളൊക്കെ കല്യാണത്തിന് പങ്കെടുത്തില്ല എന്ന് കരുതി എന്റെ കല്യാണം എങ്ങാനും മുടങ്ങി ഞാനൊരു കെട്ടാ പെണ്ണായിട്ട് നിന്ന് പോയാ അങ്ങനെ നിക്കട്ടെ. എന്നാണ് ശാരദ ടീച്ചറുടെ ഇളയ മോളാണെന്നുള്ള അഭിമാനത്തോടെ തന്നെ ആ വീട്ടിൽ ഞാൻ എന്നും കഴിഞ്ഞോളാം. അമ്മേ, 1,90,000 രൂപ. 1,85,000. 1,85,000. 1,85,000 രൂപ. 1,85,000. 1,80,000. 1,80,000 രൂപ. 1,75,000. ലേലം ഉറപ്പിച്ചോളൂ. 1,75,000 ഒരു തരം. 1,75,000 രണ്ട് തരം. ലേലം ഉറപ്പിക്കാൻ പോകുന്നു. 1,75,000. 1.5 ലക്ഷം. രൂപയ്ക്ക് കുറച്ച് അത്യാവശ്യം ഉണ്ടായിരുന്നു. ഇന്നലെ ടീച്ചറിന്റെ മോളെ ചിട്ടിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാനത് ഓർമ്മിച്ചത്. വളരെ താങ്ക്സ് കേട്ടോ. 1.5 ലക്ഷം ഒരു തരം. 1,45,000. 1.30. വിശാലാക്ഷി, വൈരാഗ്യം തീർക്കരുത്. കല്യാണാവശ്യത്തിനുള്ള കാശ്. ഒന്നുമല്ലെങ്കിലും നമ്മള് ബന്ധുക്കളാ. ബന്ധങ്ങളെക്കാൾ എനിക്ക് വലുത് പണമാ. 1,30,000 ഒരു തരം. 1,30,000 രണ്ട് തരം. 1,25,000. 1 ലക്ഷം. ഒന്നും തോന്നരുത്. ഞാനൊരു പുതിയ കാർ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഉടനെ ഡെലിവറി എടുക്കണം. കുറച്ച് രൂപയുടെ കുറവുണ്ട്. 1 ലക്ഷം ഒരു തരം. 1 ലക്ഷം രണ്ട് തരം. 1 ലക്ഷം മൂന്ന് തരം. എങ്കിൽ ഞാൻ വരട്ടെ ടീച്ചറെ. കല്യാണത്തിന് ക്ഷണിക്കുമ്പോ എന്റെ പേര് മറക്കണ്ട. ഇങ്ങോട്ട് വരണമെന്ന് ഞാൻ കുറച്ച് ദിവസമായിട്ട് ആലോചിക്കുക. സമയം കിട്ടണ്ടേ? നമ്മൾ കുടുംബക്കാർ തമ്മിൽ പല പ്രശ്നങ്ങളും കാണും. അത് സാധാരണ. ഞാനും പ്രഭാവതിയും തമ്മിൽ എന്തിനാ വഴക്ക്? വാ, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. ഞാൻ വന്നതേ പ്രഭയെ ഞങ്ങളുടെ ക്ലബിൽ ചേർക്കാനാ. ക്ലബിലെ മറ്റു അംഗങ്ങൾ എല്ലാരും ചോദിക്കുന്നു, പ്രഭ എന്താ ക്ലബിൽ ചേരാത്ത. അതിന് എന്നെ ആരെങ്കിലും അറിയോ? കൊള്ളാം, അറിയോന്നോ? ഇത്രയും വലിയ കോടീശ്വരി ആരെങ്കിലും അറിയായിരിക്കുമോ? ഈ വരുന്ന 13-ാം തീയതി ക്ലബിലെ ഇലക്ഷനാ. സെക്രട്ടറിയേറ്റ് ഞാൻ പ്രഭയുടെ പേരാണ് നോമിനേറ്റ് ചെയ്യാൻ പോകുന്നത്. എന്റെ പേരോ? എന്താ കുഴപ്പം? പ്രഭ സെക്രട്ടറി ആയ ബന്ധുക്കാരി എന്ന നിലയിൽ അതിന്റെ മുഴുവൻ ക്രെഡിറ്റും എനിക്കല്ലേ. ഒഴിവാകാൻ നോക്കരുത്. അയ്യോ, അതല്ല. 13-ാം തീയതിയാണ് മായയുടെ കല്യാണം നിശ്ചയിച്ചിരിക്കുന്നത്. ഓ, അത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. സത്യം പറഞ്ഞ അറിയാതാണെങ്കിലും ഞാൻ ടീച്ചറിനോട് ഒരു നെറികേട് കാണിച്ചു. ഞാനൊരു ചിട്ടി പിടിച്ചു. അത് ടീച്ചറ് കല്യാണ ആവശ്യത്തിന് പിടിക്കാൻ വെച്ചിരുന്ന ചിട്ടിയാണെന്നൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല. അല്ല, ശേരൻകുട്ടിയുള്ളപ്പം ടീച്ചറിന് എന്തിനാ ചിട്ടി? കല്യാണ ചെലവ് മുഴുവൻ നടത്തുന്നത് ശേരൻകുട്ടിയല്ലേ. അതിന് അമ്മ ഇതുവരെ ഒരു സഹായവും ഞങ്ങളോട് ചോദിച്ചിട്ടില്ലല്ലോ. അത് പ്രഭയെ അറിയിക്കാഞ്ഞിട്ടായിരിക്കും. ശേരൻകുട്ടി തന്നെയാ കല്യാണം മുഴുവനും നടത്തുന്നത്. ആ, അമ്മയും കൂടപ്പുറപ്പും ഒന്നും ഇല്ലാത്ത ആളല്ലേ. എല്ലാവരുടെയും പെട്ടെന്നുള്ള സ്നേഹം കാണുമ്പം
ആരും മയങ്ങിപ്പോവും. ഇപ്പൊ ശേരൻകുട്ടിക്ക് പ്രഭയോടുള്ളതിനേക്കാൾ സ്നേഹം വീട്ടുകാരോടാണെന്ന നാട്ടുകാര് പറയുന്നത്. അത് വെറുതെ പറയണതാ. ഞാൻ പറയുന്നത് വിശ്വസിക്കണ്ട, താനേ മനസ്സിലാവും. ഭർത്താവിന്റെ സ്നേഹം പങ്കിട്ടു പോകാൻ ഒരു ഭാര്യയും ഇഷ്ടപ്പെടാറില്ല. എങ്കിൽ ഞാൻ വരട്ടെ. ക്ലബിൽ മെമ്പർ ആവുന്ന കാര്യം മറക്കരുത്. ഞാൻ ഇനിയും വരാം. ബൈ. ഹലോ, ശേഖരൻകുട്ടി ഹിയർ. ഞാനാ. ശേഖരേട്ടൻ ഒന്ന് ഇങ്ങോട്ട് വരണം. എന്തിനാ? ചുമ്മാ ഒന്ന് കാണാൻ. എന്നെ ഇതുവരെ കണ്ടിട്ടില്ലേ? വരണമെന്ന് പറഞ്ഞാ വരണം. ദേ, എനിക്കിവിടെ നിന്ന് തിരിയാൻ നേരമില്ല. വരാൻ പറ്റില്ല. അരമണിക്കൂറിനകം എത്തണം. ഞാൻ കാത്തിരിക്കും. ഈ പെണ്ണുങ്ങളെ ഓരോ കാര്യങ്ങൾ. എന്താ? സാറിന്റെ അമ്മായിമ്മ വന്നിട്ടുണ്ട്. ആ ഗസ്റ്റ് റൂമിലോട്ട് എടുത്ത് ഞാനിപ്പോ വരാം. ആഹാ, രണ്ടുപേരും ഉണ്ടല്ലോ. എന്താ വിശേഷിച്ച്? അത് വേണ്ട, ഞാൻ പറയാം. കല്യാണ ആവശ്യത്തിന് ഒരു ചിട്ടി പ്രതീക്ഷിച്ചിരുന്നു, കിട്ടിയില്ല. എന്റെ പരിചയത്തിൽ ഒരു ബാങ്ക് ഉണ്ടായിരുന്നു, അത് പൂട്ടിക്കിടക്കുക. ശേഖരൻകുട്ടിക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഈ ആധാരം പണയം വെക്കാനുള്ള ഒരു ഏർപ്പാടുണ്ടാക്കി തരണം. വേറൊരു നിർവാഹവും ഇല്ലാഞ്ഞിട്ടാ. എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, കുറച്ച് വിഷമമുണ്ട് എന്നെ ഒരു അന്യനായി കാണുന്നതിൽ. അമ്മയെ ഞാൻ എന്റെ സ്വന്തം അമ്മയെ പോലെ സ്നേഹിക്കുന്നത്. തിരിച്ചും സ്വന്തം മകനോടെന്ന പോലെ പെരുമാറിക്കൂടെ? എന്റെ സഹോദരിയുടെ കല്യാണത്തിന് കിടപ്പാടം പണയം വെക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശമെങ്കിലും എനിക്ക് തന്നൂടെ? ഹലോ. ശേഖരേട്ടനുണ്ടോ? ഇല്ല, പുറത്തു പോയി. മാഡത്തിന്റെ അമ്മ വന്നിരുന്നു, അവരോടൊപ്പാ പോയത്. ഇപ്പൊ ശേരൻകുട്ടിക്ക് പ്രഭയോടുള്ളതിനേക്കാൾ സ്നേഹം വീട്ടുകാരോടാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. പിണക്കത്തിലാണല്ലേ? ഞാൻ ചെയ്തത് ഒരു വലിയ തെറ്റാണെന്ന് എനിക്കറിയാം. എന്റെ ഭാര്യയ്ക്ക് പെട്ടെന്നൊന്ന് കാണണമെന്ന് തോന്നിയപ്പം വരാൻ പറ്റിയില്ല. ഒന്ന് ക്ഷമിക്കെന്റെ ശ്രീമതി, എനിക്കൊരല്പം തിരക്കായി പോയി. എന്റെ വീട്ടുകാരോടൊപ്പം ചെലവഴിക്കാൻ ഈ തിരക്കില്ലായിരുന്നല്ലോ. അത് ശരി, അമ്മയും ഭാർഗവേട്ടനും ഓഫീസിൽ വന്ന് അറിഞ്ഞല്ലേ? ഒളിച്ചു വെക്കാനായിരുന്നു ഉദ്ദേശം അല്ലേ? ചാടിക്കടിക്കാതെ ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. നിനക്ക് സന്തോഷമുള്ള ഒരു കാര്യത്തിനാണ് ഞാൻ പോയത്. നിന്റെ അനിയത്തിയുടെ കല്യാണത്തിന് വേണ്ട സർവ്വ ചെലവും ഞാൻ വഹിച്ചോളാമെന്ന് നിന്റെ വീട്ടുകാർക്ക് വാക്കുകൊടുത്തു. അവിടുത്തെ ഒരു അംഗം എന്ന നിലയ്ക്ക് ഇപ്പോഴെങ്കിലും എന്നെ അറിയിച്ചതിൽ സന്തോഷമുണ്ട്. നീ എന്തായി പറയുന്നത്? ഞാനത് നേരത്തെ അറിഞ്ഞു, മറ്റുള്ളവർ പറഞ്ഞു. അതിന് ഇതിപ്പോ തീരുമാനിച്ചതല്ലേ ഉള്ളൂ. എന്റെ വീട്ടുകാരെ സഹായിക്കുന്നതിൽ എനിക്ക് വിഷമമൊന്നുമില്ല. പക്ഷെ എന്നോട് കൂടി ഒന്ന് ആലോചിക്കായിരുന്നു. ഇപ്പൊ എല്ലാവരുടെയും മട്ടും മാതിരിയും പെരുമാറ്റമൊക്കെ കണ്ടാ തോന്നും ഞാൻ വന്നു കയറിയ പെണ്ണും ശേഖരേട്ടൻ ആ കുടുംബത്തിലെയാണെന്ന്. ഞാൻ അത്രയ്ക്കൊന്നും ചിന്തിച്ചില്ല. എനിക്ക് അങ്ങനെ ചിന്തിക്കാതിരിക്കാൻ പറ്റില്ല. ഞാൻ സഹായിച്ചത് നിന്റെ വീട്ടുകാരെ. ശേഖരേട്ടൻ എന്റെ ഭർത്താവാ. എന്റെ സൗന്ദര്യവും എന്റെ സ്മാർട്ട്നെസ്സും എന്റെ വിദ്യാഭ്യാസവും കണ്ട് എന്നെ കല്യാണം കഴിച്ച എന്റെ മാത്രം ശേഖരേട്ടൻ. നീ എപ്പോഴും പറയാറുള്ള നിന്റെ സൗന്ദര്യവും നിന്റെ സ്മാർട്ട്നെസ്സും നിന്റെ വിദ്യാഭ്യാസവും നിനക്കുള്ള പ്ലസ് പോയിന്റുകളായിരുന്നു, സമ്മതിച്ചു. പക്ഷെ നിന്നെ കെട്ടിയത് ഞാൻ പോലും അമ്മയെന്ന് വിളിക്കാൻ കൊതിച്ച എന്നെ പഠിപ്പിച്ച ആ ടീച്ചറുടെ മോളായതുകൊണ്ടാ. ആ ടീച്ചറുടെ സ്വഭാവ മഹിമ നിന്നിലുണ്ടെന്ന് കരുതിയിട്ട. ആ ധാരണ നീ തെറ്റിക്കരുത്. എന്തിനാ മോളെ ഈ പിടിവാശി? ഞാനിതെല്ലാം ചെയ്തത് നിനക്കൂടി സന്തോഷമാവുമെന്ന് കരുതിയിട്ടില്ലേ? ദേ, ഇനി നിന്നോട് ആലോചിക്കാതെ ഞാൻ ഒന്നും ചെയ്യില്ല. പോരെ, പോയി കുടിക്കാൻ എന്തെങ്കിലും എടുത്തേ. ചെല്ലടി. ഈ പെട്ടിയുടെ കൊണ്ടുപോയി. എന്റെ ദൈവമേ. ദേവനെ, തിങ്കളാഴ്ചയാണ് വസ്ത്രം. ചുരിദാറിട്ട തള്ള ഏത് മുറിയിലാണാവോ? ഒരു ഉണ്ടങ്കല്ല് കിട്ടിയിട്ട് എറിയായിരുന്നു. ലൈറ്റ് വരുന്നുണ്ട്, ഇറങ്ങി വാട തെണ്ടി. അപ്പൊ നീ ചത്തിട്ടില്ല അല്ലേ? എന്താ ഈ അർദ്ധരാത്രിയിലെ? നിന്നോട് രണ്ട് വാക്ക് സംസാരിക്കാൻ വന്നതാ. അച്ചി വീട്ടുകാരുടെ വാക്കും കേട്ട് നീ വന്നില്ലെങ്കിലും നിന്റെ പെങ്ങളുടെ കല്യാണം ഞങ്ങൾ ഗംഭീരായിട്ട് നടത്തിയടാ. കല്യാണത്തിന് വന്നവരൊക്കെ ചോദിച്ചു പെണ്ണിന്റെ മൂത്ത ആങ്ങൾ എന്തിയെന്ന്. ഞാൻ പറഞ്ഞു ചത്തുപോയിന്ന്. അങ്ങനെ പറയുന്നോണ്ട് നിനക്ക് വല്ല വിഷമണ്ടാ? പെണ്ണിന്റെ വാക്ക് കേട്ട് നടക്കണം നിനക്കൊക്കെ ചത്തൂടാ തെണ്ടി. ആരാത്? നിന്റെ അച്ഛൻ. അച്ഛയെ മാത്രല്ല
നിനക്ക് അച്ചിയുടെ അമ്മയും പേടിയല്ലേ? പക്ഷെ എനിക്ക് പേടിയില്ല. ആ സൊസൈറ്റി മാക്കാച്ച എനിക്ക് പുല്ലാടാ പുല്ല്. രാത്രി എന്റെ വീട്ടിൽ കയറി വന്ന് എന്റെ മരുമകനെ തെറി പറയാൻ നീ ആരാടാ? ഞാനാ ഭാർഗവൻ, ഇവന്റെ മൂത്തളിയനാ. ഇവനോട് 10 തെറി പറയാൻ വന്നതാ. കേൾക്കണ്ടെങ്കിൽ കേറി കൊടുത്തള്ളേ. ചങ്കു, ഓ, ഇയാളെ പിടിച്ച് പുറത്താക്കി ഗേറ്റ് അടയ്ക്കാൻ. ചങ്കു ഇങ്ങോട്ട് വന്നേ. ഇവിടുത്തെ ഗേറ്റ് അടയ്ക്കാനും തുറക്കാനും തനിക്കിവിടെ വാച്ച്മാന്റെ ജോലിയാ. ഭാർഗവ, നീ വീട്ടിൽ പോവാൻ നോക്ക്. നീ പോവാൻ നോക്കടാ അകത്തേക്ക്. എന്താ പ്രേമ, ഒരടി കൊടുത്ത് ഇയാളെ പിടിച്ച് ഗേറ്റ് പുറത്താക്ക്. ഇവൻ അടിക്കാൻ കഴിവുണ്ടായിരുന്നെങ്കിൽ നീ എന്നെ അടങ്ങി നിന്നാനെ. അതിനെങ്ങനെയാ? അമ്മ മതിൽ ചാടിയ മോള് ഗോപുരം ചാടുന്നല്ലേ കണക്ക്. എടോ, എന്നെ തനിക്ക് ശരിക്കറിഞ്ഞൂടാ. നിന്റെ വർഗത്തെ കുറിച്ച് ഞാൻ പുരാണത്തിലൊക്കെ വായിച്ചിട്ടുണ്ട്. മണ്ടോദരി, പൂതന, ശൂർപ്പണക, പോടി ഹിഡുംബി. പോടാ അവിടുന്ന്. ഓയ് കിടക്കടി അകത്ത്. ഇനി റിലീസാകാത്ത പുളിച്ച തെറികൾ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. എടാ പ്രേമേന്ദ്ര, നീ സൂക്ഷിച്ചോ. ഈ ഹിപ്പോട്ടോമസ് നിന്നെ വിഴുങ്ങും. അല്ലെങ്കിൽ എന്നതേ ഇങ്ങനെ ഇങ്ങനെ വിളിച്ചോ. എനിക്കിപ്പോ സമാധാനായി, നല്ല സമാധാനായി. മോനെ വിരോധമില്ല, മോൻ പോയി കിടന്നോ. ചെല്ലേ. ഞാൻ ഒരെണ്ണം അങ്ങോട്ട് പൊട്ടിച്ചെങ്കിലാ. നിങ്ങൾ പോകുന്നുണ്ട് അകത്ത്. ഒരു ചുരിദാർ ശങ്കുവിന് എടുത്തു കൊടുക്കണേ. അവന് ഉറങ്ങട്ടെ സുഖമായിട്ട്. ഞാൻ വിശാലം. നമ്മൾ തമ്മിൽ പരിചയമില്ല. ശാരദ ടീച്ചറിന്റെ മൂത്ത മകൻ പ്രേമേന്ദ്രൻ വിവാഹം കഴിച്ചിരിക്കുന്നത് എന്റെ മോളെയാ. മായയുടെ കല്യാണത്തിന് ഞങ്ങൾ ആരും പങ്കെടുത്തില്ല. ക്ഷണിക്കാത്ത കല്യാണത്തിന് സദ്യ ഉണ്ട് എനിക്ക് ശീലമില്ല. എങ്കിലും ആ കുടുംബത്തിലേക്ക് വന്ന പുതിയ ബന്ധുക്കാരെ ഒന്ന് പരിചയപ്പെടണല്ലോ എന്ന് കരുതി വന്നതാ. ആ മായക്ക് എന്നോട് ദേഷ്യം ഉണ്ടാന്ന് എനിക്കറിയാം. ഒന്നും മനസ്സിൽ വെച്ചേക്കരുത്. എന്റെ ഒരു ചെറിയ പ്രസന്റേഷൻ വാങ്ങിച്ചു. രഘു അല്ലേ? ഇനി എന്നെ പറ്റി എല്ലാം മായ വിശദമായിട്ട് പറഞ്ഞുതരും. അമ്മേ, ഞങ്ങളൊന്ന് പുറത്തു വിട്ടുവരാം. വരട്ടെ. ഓ, ആ ടീച്ചറിന്റെ ഒരു ഭാഗ്യേ. ഒരു നല്ല കുടുംബത്തിൽ നിന്നൂടെ ഒരു ബന്ധം ഉണ്ടായി. എത്ര കിട്ടി? ഓ, ഞാനൊന്നും ചോദിച്ചില്ല. എല്ലാം രഘുവിന്റെ തീരുമാനമല്ലായിരുന്നോ? കുറച്ച് സ്വർണ്ണം അവളുടെ കഴുത്തിൽ കിടക്കണ കണ്ടു. അറിഞ്ഞ് എന്തെങ്കിലും കൊടുക്കുന്ന സ്വഭാവം ആ വീട്ടുകാർക്കും ഇല്ല. എന്റെ നോട്ടത്തിൽ നിങ്ങളുടെ രഘുമോന് ഒരു 5 ലക്ഷവും 100 പവനും ഒരു മാരുതി കാറും കണ്ണടച്ചോണ്ട് ആര് വേണമെങ്കിലും കൊടുക്കും. എന്തുണ്ടെങ്കിലും മുഖത്ത് നോക്കി തുറന്നു പറയുന്ന സ്വഭാവമുള്ളവളാ ഞാൻ. വിഷമൊന്നും വിചാരിക്കരുത് കേട്ടോ. ഇനി വിഷമിച്ചിട്ട് എന്താ കാര്യം? ഞാൻ രഘുവിന് വേണ്ടി അവന്റെ മുറപ്പണിനെ ആലോചിച്ചതാ. സുലോചന, അവള് ഗൾഫിലാണെന്നുള്ളത് എന്റെ മോനൊരു അയോഗ്യത. അവളാണെങ്കിലോ അവിടെ പൂത്ത പണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. കാശ് ഇനിയും കിട്ടുമല്ലോ നിങ്ങൾ വിചാരിച്ചാൽ. എങ്ങനെ? മായയുടെ ചേച്ചി പ്രഭാവതിയുടെ ഭർത്താവേ വലിയ കോടീശ്വരനെന്നാ പറയുന്നത്. അയാളല്ലേ ഈ പെങ്കൊച്ചിന്റെ കല്യാണം മുഴുവൻ നടത്തി കൊടുത്തത്. ശേഖരൻകുട്ടിക്കാണെങ്കിൽ മായ എന്ന് വെച്ച ജീവനാ. അവള് എത്ര ലക്ഷം ചോദിച്ചാലും അവൻ കൊടുക്കും. കുറച്ച് കാശ് കിട്ടിയാ കഴിക്കോ? ഇല്ലല്ലോ. പെണ്ണ് ഗർഭിണിയായ പിന്നെ പിന്നെ ഒന്നും നടക്കുന്നു വിചാരിക്കണ്ട. നിങ്ങൾ ബുദ്ധിപൂർവം കരുക്കൽ നീക്കിയാൽ നല്ല തുക മേടിക്കാം. ആദ്യം തന്ത്രത്തിൽ കിട്ടിയില്ലെങ്കിൽ അറിയാലോ. അതൊക്കെ ഒരു അമ്മായിയമ്മയ്ക്ക് ഞാൻ പറഞ്ഞു തരണോ? എന്നാ നീ ഇനി ജോലിക്ക് ജോയിൻ ചെയ്യുന്നത്? നാളെ കഴിഞ്ഞ് പോണം. കല്യാണം കഴിഞ്ഞിട്ട് 1 മാസമായില്ല. അതിനു മുമ്പേ പോയാ ഇവൾ എത്രമാത്രം ദുഃഖിക്കും. എന്ന് കരുതി പോവാതിരിക്കാൻ പറ്റുമോ? ഇനി അവിടെ ചെന്നൊരു ക്വാർട്ടേഴ്സ് തരപ്പെട്ട് കിട്ടിയാൽ ഇവളെയും കൊണ്ടുപോകണം. ഓ, അത് ശരി. പിന്നെ ഞങ്ങൾക്ക് ആരാ ഒരു കൂട്ടുള്ളത്? എനിക്കും കൂടി ഒരു സഹായത്തിനാ നിന്നെ കൊണ്ട് ഉടനെ പെണ്ണ് കെട്ടിച്ചത്. ഞാൻ പറഞ്ഞത് മോനെന്ന് കേക്ക്. ഈ ജോലി വേണ്ടെന്ന് വെക്കേ. നാട്ടിൽ എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങ്. വീട്ടിൽ നിന്ന് ദിവസവും പോയി വരാവുന്ന രീതിയിൽ. അമ്മ എന്തായി പറയുന്നത്? ഒരു ബിസിനസ് എന്നൊക്കെ പറഞ്ഞാൽ അതിന് കാശ് ഒത്തിരി വേണ്ടേ? ചെറിയൊരു ബിസിനസ് തുടങ്ങാൻ പോലെ 3-4 ലക്ഷം രൂപ വേണ്ടേ? ഓ, അതിനൊക്കെ വഴിയുണ്ട്. മായ വിചാരിച്ചാൽ നീ ശേഖരൻകുട്ടിയുടെ കാര്യം പറഞ്ഞ അവ സഹായിക്കാതിരിക്കില്ല. നിന്റെ ഭർത്താവിനടുത്ത് ജീവിക്കാൻ വേണ്ടിയല്ലേ. ഞാൻ എങ്ങനെയാ പറയാ? നീ അമ്മയുടെ പിറന്നാളിന് പോണെന്ന് പറഞ്ഞില്ലേ? നാളെ എല്ലാവരും അവിടെ വരും. അവസരം നോക്കി സംഗതി അവതരിപ്പിച്ച കാര്യം നടക്കും. ഗുഡ് മോർണിംഗ് പ്രേമേന്ദ്ര. രാവിലെ എങ്ങോട്ടാ? ഞാനൊന്ന് വെളിയിലേക്ക് ഇറങ്ങിയിട്ട്. എന്താ എന്റെ കയ്യില്? ഹായ്, സെറ്റുമുണ്ടും കൊള്ളാലോ, നന്നായിരിക്കുന്നു. മോളെ, നീ ഇത് കണ്ടോ? അമ്മയുടെ പിറന്നാളിന് വാങ്ങിയതാ. അത് ശരി, ഇന്നാണോ എന്റെ പിറന്നാള്? ഓ, ഞാനിതൊന്നും ഓർക്കാറേ ഇല്ല കേട്ടോ. അതല്ല, എന്റെ അമ്മയുടെ പിറന്നാളിനാ. അപ്പൊ ഞാൻ നിന്റെ അമ്മയല്ലേ? അല്ലാന്ന് പറഞ്ഞില്ലല്ലോ. എന്റെ അമ്മയുടെ എല്ലാ പിറന്നാളിനും ഞാനുണ്ടായിരുന്നു. നീ ജനിക്കുന്നതിന് മുമ്പേ നിന്റെ അമ്മയ്ക്ക് പിറന്നാളുണ്ടായിരുന്നില്ലേ? ഓരോരോ ദുശീലങ്ങളെ.
പെങ്ങളുടെ കല്യാണത്തിനേ പോയില്ല, പിന്നെയല്ലേ പിറന്നാള്. നീ ഇപ്പൊ നിന്റെ വീട്ടിൽ കയറി ചെന്നാലേ നിന്റെ ഭാര്യയ്ക്കാ കുറച്ചില്. ആണായാലേ കുറച്ച് വാശിയും വൈരാഗ്യവും ഒക്കെ വേണം. അങ്ങനെ പെട്ടെന്ന് തോറ്റൊന്നും കൊടുക്കരുത്. അമ്മ പറയുന്നതിൽ കാര്യമുണ്ട്. നമുക്ക് നല്ലതിനെ അമ്മ പറയൂ. പ്രേമത്തിന് പോവണ്ട. കൊള്ളാം, നന്നായിരിക്കുന്നു, ഞാൻ എടുത്തോളാം. ഒന്നുമില്ല, അവർ ചോദിക്കണ കാശ് കൊടുക്കണം. അല്ലെങ്കിൽ ആ പെങ്കൊച്ചിന് അവിടെ ഒരു സ്വൈര്യം ഉണ്ടാവില്ല. അമ്മ വന്ന് വിവരം പറയുമ്പോ ആ കണ്ണ് നിറഞ്ഞിരുന്നു. നിന്നോട് ചോദിക്കാതെ തീരുമാനിച്ചതായി വിചാരിക്കണ്ട. ഇത് 3 ലക്ഷം രൂപയുണ്ട്. നീ തന്നെ നിന്റെ അനിയത്തിയുടെ കാര്യം ഒത്തുതീർപ്പാക്കണം. ഇത് ഒത്തുതീർപ്പല്ല, ഒത്തുനിന്ന് പണം തട്ടിയെടുക്കാൻ നോക്കുന്നതാ. ഞാൻ അന്നേ പറഞ്ഞില്ലേ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന. അന്ന് ആന്റി പറഞ്ഞതൊക്കെ ശരിയാണെന്ന് എനിക്കിപ്പോ തോന്നുന്നു. ഇപ്പോഴും തോന്നലേ ഉള്ളൂ, വിശ്വാസമായില്ല അല്ലേ? പ്രഭാവതി രൂപയെന്ന് ആർക്കും കൊടുക്കണ്ട. ശേഖരൻകുട്ടി ചോദിച്ചാലേ കൊടുത്തു പറഞ്ഞാ മതി. കുട്ടിക്ക് നല്ലതിന് വേണ്ടിയാ ഞാൻ പറയുന്നത്. ശേഖരൻകുട്ടിയുടെ കാര്യത്തിലെ പ്രഭ കുറച്ചുകൂടെ പ്രാക്ടിക്കൽ ആവണം. എന്റെ മോള് രേണുവിനെ കണ്ട് പഠിക്കണം. നാട്ടുകാരും വീട്ടുകാരും ഒക്കെ പറയും പ്രേമേന്ദ്രൻ ഭാര്യയുടെയും ഭാര്യയുടെ വീട്ടുകാരുടെയും കൺട്രോളിലാണെന്ന്. ശരിയാ, ഒരു പരിധി വരെ. അതുകൊണ്ട് എന്താ, അവർക്കൊരു ലൈഫ് ഉണ്ടായി. ഇല്ലെങ്കിൽ സ്റ്റുഡിയോയിൽ നടത്തി ആ വീട്ടുകാരുടെ പിന്നാലെ അവൻ നടന്നേനെ. കൂടുതൽ സംസാരിച്ചിരിക്കാൻ എനിക്ക് സമയമില്ല. എന്റെ മോൻ മോഹന്റെ കല്യാണം ഉറപ്പിച്ചു. ഒരു കോടീശ്വരിയെ തന്നെയാ അവന് ഞാൻ ആലോചിച്ചിരിക്കുന്നത്. ക്ഷണിക്കാനായിട്ട് ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. പിന്നെ പണം കയ്യിൽ വെച്ച് കളയണ്ട, എന്നെ ഏൽപ്പിച്ചാ മതി. 1 വർഷം കൊണ്ട് ഡബിൾ ആക്കി ഞാൻ തിരിച്ചു തരാം. എന്തിനമ്മ പ്രേമന്റെ കാര്യങ്ങളൊക്കെ ഫോണിലൂടെ പറയുന്നത്? അവൾ അത് അറിഞ്ഞു പ്രവർത്തിക്കട്ടെടി. പ്രേമേന്ദ്രനെ ഇവിടെ കൂട്ടിലിട്ടതുപോലെ വളർത്തിയിരിക്കുന്നത് നമ്മുടെ മിടുക്ക. ഇന്ന് അവൻ അമ്മയില്ല, ബന്ധുക്കളില്ല. എല്ലാരെയും തെറ്റിപ്പിരിച്ചെടുക്കാൻ ഞാൻ എന്ത് പാടുപെട്ടെന്നറിയാമോ? അതിരിക്കട്ടെ, പ്രേമന്റെ വീട്ടുകാരെ ക്ഷണിക്കണ്ടമ്മേ. ആ ദരിദ്രവാസികൾ വരണ്ട. വന്നാലേ വീണ്ടും പ്രേമേന്ദ്രന്റെ മനസ്സ് മാറിയാലോ. വേണമെങ്കിലേ അവന്റെ മൂത്ത പെങ്ങളുടെ വീട്ടിലേക്ക് ഒരു ക്ഷണക്കത്തയച്ചേക്ക്. വന്നാ വരട്ടെ. നമ്മൾ മനഃപൂർവ്വം വിളിക്കാതിരിക്കുകയാണെന്ന് ഇതോടെ ടീച്ചർക്ക് മനസ്സിലാവും.